നമസ്കാരം. ഓരോ മാസവും അമാവാസിക്ക് ശേഷം ചന്ദ്രദർശനം വരുന്നതാണ്. നാം ഈ ദിവസത്തെ മൂന്നാം പിറ ദർശനം എന്നാണ് പരാമർശിക്കുന്നത്. ഈ വർഷത്തിലെ അവസാന മൂന്നാം പിറ ഇന്നാണ്. ഗുരുവായൂർ ഏകാദശിക്ക് മുൻപ് വരുന്ന മൂന്നാം പിറ ദർശനം എന്നും തിങ്കളാഴ്ചയും മൂന്നാം പിറ ദർശനം എന്ന പ്രത്യേകതയും ഈ ദിവസത്തിനുണ്ട്. അതിനാൽ തന്നെ ഇന്നേ ദിവസം ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പോലും ഭഗവാന്റെ അനുഗ്രഹത്താലാക്കുന്നു. അഥവാ മഹാഭാഗ്യം തന്നെയാണ്. ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിക്കുന്നവർക്ക് ഈ അറിവ് ഇന്നേ ദിവസം ലഭിക്കുകയും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇന്നേ ദിവസം ചന്ദ്രദർശന ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അതിനായി തീർച്ചയായും ഇന്നേ ദിവസം ചെയ്യേണ്ടതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഇന്നേ ദിവസം സ്വയം ഭഗവാൻ തന്നെ ചന്ദ്രനെ മൗലിയിൽ ചൂടിയിരിക്കുന്നതായ സാക്ഷാൽ പരമശിവനെയാണ് ഇന്ന് നാം ഏവരും ദർശിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതിനാൽ ഈ സമയം നിങ്ങൾ എന്ത് തന്നെ ഭഗവാനോട് ചോദിച്ചാലും ആവശ്യപ്പെട്ടാലും അത് ഭഗവാൻ നടത്തി തരും എന്നാണ് പറയുക. ഏവരും ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്ന് ഡിസംബർ 2, 2024 തിങ്കളാഴ്ച ചന്ദ്രദർശന സമയം വരുന്നത് സന്ധ്യയ്ക്ക് 6:01 മുതൽ 6:52 വരെയുള്ള സമയമാകുന്നു. ഈ സമയം നിങ്ങൾ തീർച്ചയായും ചന്ദ്രദർശനം നടത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും ഉയർച്ചയും വന്നു ചേരും. തിങ്കളാഴ്ച, അതായത് ഇന്ന് ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഇരട്ടി ഫലം നിങ്ങൾക്ക് വന്നു ചേരും. എന്നാൽ ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്ന സമയത്തിനേക്കാൾ 15 മിനിറ്റ് മുൻപ് നിങ്ങൾ വീടുകളിൽ വിളക്ക് തെളിയിക്കേണ്ടത് അനിവാര്യമാണ്. 6:01 15 മിനിറ്റ് മുൻപ് തന്നെ വിളക്ക് വീടുകളിൽ തെളിയിക്കുവാൻ ശ്രമിക്കുക. അതിനാൽ തന്നെ ഈ സമയം ചില തെറ്റുകൾ വീടുകളിൽ നിങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദോഷകരമായ കാര്യങ്ങൾ, ചന്ദ്രദർശനത്തിന്റെ ഫലം കുറയ്ക്കുന്നതായ കാര്യങ്ങളാണ് വന്നു ചേരുക. അതിനാൽ ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് ഉച്ചത്തിൽ ഈ സമയം സംസാരിക്കരുത് എന്ന കാര്യമാണ്. ഈ സമയം ഒരിക്കലും ഇപ്രകാരം നിങ്ങൾ ചെയ്യരുത്. മറ്റൊന്ന് വാക്ക് തർക്കങ്ങളാകാം, അല്ലെങ്കിൽ മറ്റ് തർക്കങ്ങൾ ഈ സമയം വീടുകളിൽ പാടില്ല എന്നാണ് പറയുക. ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിനും പോസിറ്റീവായ ഊർജം, പ്രത്യേകിച്ചും ചന്ദ്രദർശനത്തിലൂടെ വന്നു ചേരേണ്ടതായ സൗഭാഗ്യങ്ങൾക്ക് അത് കോട്ടം തട്ടും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. മറ്റൊരു കാര്യം, ആഹാരം ഈ സമയങ്ങളിൽ കഴിക്കാൻ പാടില്ല എന്നതാണ്. ഈ സമയത്തിന് മുൻപ് തന്നെ ആഹാരം കഴിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കുളിക്കുകയോ അല്ലെങ്കിൽ അഴുക്കുജലം ഒഴുക്കി കളയുകയോ ഈ സമയം പാടുള്ളതല്ല. അതിനാൽ അതിനു മുൻപായി തന്നെ കുളിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ദേഹശുദ്ധി വരുത്തി ഇപ്രകാരം ചെയ്യുന്നതാണ്, വിളക്ക് തെളിയിച്ച് ചന്ദ്രദർശനം നടത്തുന്നതാണ് ഏറ്റവും ശുഭകരം. അതിനാൽ സാധിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും ഈ കാര്യം കൂടി ചെയ്യുക. അടുക്കളയിൽ പാത്രങ്ങളുടെ ബഹളം ഈ സമയം പാടുള്ളതല്ല. അടുക്കളയിൽ ഈ സമയം പെരുമാറുന്നത് അത്ര ശുഭകരമല്ല എന്ന് തന്നെ പരാമർശിക്കാം. വാതിൽ തുറന്നിടുക, അതായത് പ്രധാന വാതിൽ തുറന്നിടുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. എന്നാൽ പ്രധാന വാതിലുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം ഉപ്പുജലം അല്ലെങ്കിൽ മഞ്ഞൾ ജലം കൊണ്ട് പ്രധാന വാതിൽ തുടയ്ക്കുന്നതും സ്വസ്തിക ചിഹ്നമോ അല്ലെങ്കിൽ ഓം ചിഹ്നമോ വരയ്ക്കുന്നതും ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു കാര്യമാകുന്നു. ഇന്നേ ദിവസം ഈ സമയം ഉറങ്ങുവാൻ പാടുള്ളതല്ല. ഈ സമയം ഉറങ്ങുന്നത് ദോഷകരമായാണ് കണക്കാക്കുന്നത്. കഴിവതും ഈ സമയം ശുദ്ധിയോടെ തന്നെ നിങ്ങൾ ഇരിക്കേണ്ടത് അനിവാര്യമാണ്. കൂടാതെ ഈ സമയം ദുഷ്ചിന്തകൾ, മനസ്സിനെ അലട്ടുന്നതായ പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിൽ നിന്നും ഒഴിവാക്കി പരമശിവനെ പ്രാർത്ഥിക്കേണ്ടതായ സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ ദുഷ്ചിന്തകൾ ഒരിക്കലും പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. മറ്റുള്ളവരെ ഈ സമയം കുറ്റം പറയുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദോഷം വരുത്തി വയ്ക്കുന്ന കാര്യമാകുന്നു. എന്നാൽ ഈ സമയം ചെയ്യേണ്ടതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ സമയം വിളക്ക് തെളിയിച്ചതിന് ശേഷമാണ് ചന്ദ്രദേവനെ നിങ്ങൾ ദർശിക്കേണ്ടത് എന്ന കാര്യം പ്രധാനമായും ഓർക്കുക. പുലവാലായ്മ ഉള്ളവരാണ് എങ്കിൽ
ഈ സമയം നിങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള ദർശനം പാടുള്ളതല്ല. ആ കാര്യത്തിന് പ്രാധാന്യം നൽകുക. വിളക്ക് തെളിയിക്കുമ്പോൾ ഇന്നേ ദിവസം വിളക്കിന് മുൻപിൽ വെളുത്ത പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു കാര്യമാണ്. വെളുത്ത പുഷ്പം സമർപ്പിക്കുക. കൂടാതെ ഈ സമയം പഞ്ചാക്ഷരി മന്ത്രം 108 നിങ്ങൾ ജപിക്കുന്നതും അതീവ ശുഭകരമാണ്. ദർശന സമയം ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും ചെയ്യേണ്ടതായിട്ടുണ്ട്. പടിഞ്ഞാറ് നിന്ന് ദർശനം ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ ദർശിക്കുന്നതാണ് ഏറ്റവും വിശേഷം. അതിനാൽ ദിശയ്ക്ക് പ്രാധാന്യം നൽകുക. ഈ സമയം കയ്യിൽ കിഴി കരുതുന്നത് ഏറ്റവും വിശേഷമാണ്. കിഴി അത് പച്ചരി കിഴി ആയിരിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതോടൊപ്പം ഒരു നാണയം കൂടി നിങ്ങൾ കയ്യിൽ കരുതണം. ഈ നാണയം കഴുകി ശുദ്ധിയാക്കിയതായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ശേഷം ചന്ദ്രദർശനം നടത്താം. ചന്ദ്രദർശനം നടത്തുന്നതായ സമയത്ത് ഞാൻ ഈ പരാമർശിക്കുന്ന മന്ത്രം കൂടി ജപിക്കുക. 11, 21, 108 ഉരുവാണ് ജപിക്കേണ്ടത്. ഇതിൽ നിങ്ങൾക്ക് സാധിക്കുന്ന അത്രയും തവണ ജപിക്കാം. അതിൽ ആദ്യത്തേതായ കാര്യം ഈ സമയം ശരീരശുദ്ധിയും മനഃശുദ്ധിയും വേണം എന്ന കാര്യമാകുന്നു. ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ഓം ചന്ദ്രമൗലീശ്വരായ നമഃ എന്ന നാമം നിങ്ങൾ ഈ സമയം ജപിക്കുക. അതോടൊപ്പം പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും അതീവ ശുഭകരമാണ് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ശേഷം കൈകളിൽ കരുതിയിരിക്കുന്നതായ കിഴി നിങ്ങൾക്ക് പൂജാമുറിയിൽ സൂക്ഷിക്കാവുന്നതാണ്. നാണയം, കൈകളിൽ സൂക്ഷിച്ചിരിക്കുന്നതായ നാണയം, അത് പണം എവിടെയാണോ സൂക്ഷിക്കുന്നത് അവിടെ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. അടുത്ത 3-ാം പിറ നാൾ വരെ ഇപ്രകാരം സൂക്ഷിക്കാം. 3-ാം പിറ ദിവസം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഈ നാണയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യമാണ്. ഇനി അഥവാ പൂജാമുറി നിങ്ങൾക്കില്ല എങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ നിങ്ങൾക്ക് ഈ കിഴി സൂക്ഷിക്കാവുന്നതാണ്. ശുദ്ധിയായ വെളുത്ത തുണിയിൽ കിഴി കെട്ടണം എന്ന കാര്യം ഓർക്കണം. ആ തുണി വളരെ ശുദ്ധിയുള്ളതായിരിക്കണം, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ശുഭമായി ഭവിക്കില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അടുത്ത തിങ്കളാഴ്ച അല്ലെങ്കിൽ പ്രദോഷ ദിവസം ഈ അരി കൊണ്ട് നിങ്ങൾക്ക് മറ്റ് കാര്യങ്ങൾ ചെയ്യാം. പായസം തയ്യാറാക്കേണ്ടവർക്ക് അത്തരത്തിൽ ചെയ്യാം, അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുമാണ്. ഈ കാര്യം പ്രധാനമായും നിങ്ങൾ ഓർക്കുക. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടതായ കാര്യം ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നതാണ്. ഇന്നേ ദിവസം ഭഗവാനെ ദർശിക്കുന്നതും തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ഭഗവാന് ഇന്നേ ദിവസം നടത്തുവാൻ സാധിക്കുന്നതും അതീവ ശുഭകരമാണ്. പ്രത്യേകിച്ചും ഇന്നേ ദിവസം ധാര വഴിപാട് നടത്തുന്നതും കൂടാതെ ഭഗവാന് ഇന്നേ ദിവസം കൂവളമാല സമർപ്പിക്കുന്നതും പിൻവിളക്ക് നടത്തുന്നതും അതീവ ശുഭകരമായ കാര്യം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ പോകുന്നതായ സമയത്ത് കൈകളിൽ വെളുത്ത പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വിശേഷമാണ്. ഭഗവാന് ഈ പുഷ്പം സമർപ്പിക്കുന്നതും അതീവ ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ കുടുംബസമേതം ദർശനം നടത്തുവാൻ ഏവരും ശ്രമിക്കുക. കുടുംബസമേതം ദർശനം നടത്തുന്നത് അതീവ ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു. ശിവക്ഷേത്രത്തിൽ നിന്നും ദർശനം നടത്തി ഇറങ്ങുന്നതായ സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് ചന്ദ്രദർശനം ലഭിക്കുന്നത് എങ്കിൽ മുൻപ് പരാമർശിച്ച ആ മന്ത്രങ്ങൾ ജപിക്കുക. വീട്ടിൽ വെച്ച് ദർശനം നടത്തുന്നതായ സാഹചര്യത്തിലാണ് പച്ചരി കയ്യിൽ കരുതേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ക്ഷേത്രത്തിൽ നിന്നും ദർശനം നടത്തി ഇറങ്ങുന്നതായ സാഹചര്യത്തിൽ കാണുമ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ കയ്യിൽ കരുതേണ്ടതായ സാഹചര്യമില്ല എന്ന കാര്യം ഓർക്കുക. എന്നാൽ കയ്യിൽ നാണയം കരുതുന്നത് ശുഭകരം തന്നെയാകുന്നു. നാണയം മുൻപ് പരാമർശിച്ച പോലെ തന്നെ നിങ്ങൾക്ക് വീടുകളിൽ വന്ന് ചെയ്യാവുന്നതുമാണ്. ഇന്ന് 3-ാം പിറയാണ്. അതിനാൽ അതീവ ശ്രദ്ധയോടെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്ന് ചേരുക തന്നെ ചെയ്യും.